GoPro സ്വന്തമായുള്ളവർ വാങ്ങിയിരിക്കേണ്ട 7 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്സസറീസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ഷമീർ തോപ്പിൽ. വെൽക്കം ടു T3 Box. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്പർ 1 ഇൻ ദ ലിസ്റ്റ്, എക്സ്റ്റേണൽ ചാർജർ ഫോർ യുവർ ബാറ്ററി. GoPro ഉള്ളവർക്കെല്ലാം തന്നെ അറിയാം, ഒരു ബാറ്ററി കൊണ്ട് ഒരു പരിപാടിയും നടക്കില്ല. അതുകൊണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും ഒന്നിൽ കൂടുതൽ ബാറ്ററീസ് എപ്പോഴും GoProയ്ക്ക് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ ഈ ഒരു കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു കേസിൽ നമുക്ക് മൾട്ടിപ്പിൾ ബാറ്ററീസ് സൈമൾട്ടേനിയസ്ലി നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. എൻ്റെ കയ്യിൽ 3 ബാറ്ററി ഉള്ളത് കാരണം ഞാൻ 3 ബാറ്ററി ഒരേ സമയം ചാർജ് ചെയ്യാൻ പറ്റുന്ന ഈ കേസാണ് വാങ്ങിയത്. 2 ബാറ്ററികളും ചാർജ് ചെയ്യാൻ പറ്റുന്ന കേസ് അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കി വാങ്ങാം. ഇതെനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ കാരണം ഞാൻ ഇത് വാങ്ങി. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ബാറ്ററി സ്റ്റോർ ചെയ്യാനുള്ള ഒരു കേസ് ആയിട്ടുകൂടി നമുക്ക് ഉപയോഗിക്കാം. അതായത് ബാറ്ററി ഇതിനകത്ത് വെച്ചാൽ ബാഗിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി സേഫ് ആയിട്ട് അവിടെ കിടന്നോളും. ഒരു ബാറ്ററിക്ക് വേണ്ടി ബാഗിനകത്ത് കിടന്ന് നമ്മൾ തപ്പി പരതി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കംഫർട്ടബിളായിട്ട് ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ സാധിക്കും. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 3 സ്ലോട്ടാണ് കാണുന്നത്. ഓരോ സ്ലോട്ടും ചാർജിങ്ങിനുള്ള ഇൻഡിക്കേഷൻ LEDs ഈ സൈഡിൽ ലഭ്യമാണ്. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ റെഡും, ചാർജിങ് ഫുള്ളായതിനു ശേഷം അവിടെ ഗ്രീനും നമുക്കിവിടെ തെളിഞ്ഞു വരും. ഇതിന് USB Type C പോർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇതിനകത്തൂടെ ലഭ്യമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്സസറി ആണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ വാങ്ങിച്ചത് അലി എക്സ്പ്രസ്സിൽ നിന്നാണ്. ഈ ഒട്ടുമിക്ക ഞാൻ ഈ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും അലി എക്സ്പ്രസ്സിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൽ ഇതിനെല്ലാം ഡബിളും ട്രിപ്പിളും പ്രൈസാണ് കിടക്കുന്നത്. അലി എക്സ്പ്രസ് നമുക്ക് നല്ല ക്വാളിറ്റി പ്രൈസ്, നല്ല ബെസ്റ്റ് ഡീലിൽ ലഭ്യമാകും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോയി ചെക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. മാത്രമല്ല, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് പ്ലഗ് ചെയ്ത് ബാറ്ററി നമുക്ക് ബാഗിനകത്ത് ഇടുവാണെങ്കിൽ പവർ ബാങ്കിനകത്തൂടെ ഇത് ചാർജ് ആയിക്കോളും. ബാറ്ററി ഇതിൽ നിന്ന് ഊരിപ്പോകും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. കാരണം ഇതിനെ അടയ്ക്കാൻ പറ്റുന്ന ഒരു കേസ് ഉള്ളത് കാരണം ബാഗിനകത്താണെങ്കിലും ബാറ്ററി നമുക്ക് മാറിപ്പോകത്തില്ല. മറ്റ് ചില ചാർജിങ്ങിൽ ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത കാരണം ചിലപ്പോൾ പവർ ബാങ്കിലൊക്കെ ഇട്ട് ബാറ്ററി ബാഗിനകത്ത് ഇടുമ്പോഴത്തേക്കും ചിലപ്പോൾ ബാറ്ററി ആ കേസിൽ നിന്ന് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാനിത് വാങ്ങിക്കാനുള്ള മെയിൻ റീസൺ. നമ്പർ 2 ഇൻ ദ ലിസ്റ്റ്, എക്സ്ട്രാ വാട്ടർ പ്രൊട്ടക്ഷൻ കേസ്. അതായത് ഡൈവിംഗ് എന്തൂസിയാസുകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആക്സസറിയാണിത്. എക്സ്ട്രാ വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു വാട്ടർ പ്രൂഫ് കേസാണിത്. നോർമലി GoPro 10 മീറ്ററാണ് നമുക്ക് അണ്ടർ വാട്ടർ പ്രൊട്ടക്ഷൻ തരുന്നത്. ഞാൻ എൻ്റെ ഡൈവിംഗ് വീഡിയോയിൽ 10 മീറ്ററിൽ കൂടുതൽ താഴേക്ക് പോയപ്പോഴത്തേക്കും GoPro ഓഫായിപ്പോയി. അതായത് GoProയ്ക്ക് വാട്ടർ പ്രഷർ മൂലം ഈ ബട്ടൺസ് അകത്തോട്ട് പ്രസ്സായിട്ട് GoPro ഓഫ് ആവുകയും തുടർന്ന് അത് ഓൺ ആക്കാൻ പറ്റാത്ത അവസ്ഥയും. ഞാൻ വിചാരിച്ചു GoPro വാട്ടർ ഡാമേജ് ആയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തോ ഭാഗ്യവശാൽ GoProയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. അങ്ങനത്തെ അവസരങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്ടർ പ്രൂഫ് കേസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് 16 മീറ്റർ വാട്ടർ പ്രൊട്ടക്ഷൻ തരും. അതായത് 6 മടങ്ങാണ് നമുക്ക് ഈ ഒരു വാട്ടർ പ്രൂഫ് കേസിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് വേരിയേഷൻസ് നമുക്ക് അലി എക്സ്പ്രസ്സിൽ അവൈലബിൾ ആണ്. ഇത് ഞാൻ എടുക്കാൻ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ലെൻസ് ക്യാപ്പ് എന്ന് പറയുന്നത് ഇച്ചിരിയും കൂടെ വലുതാണ്. മറ്റ് ചില കവറുകളിൽ നമുക്ക് GoPro ഇതിനുള്ളിലേക്ക് വെക്കണമെങ്കിൽ GoProയുടെ ലെൻസ് ക്യാപ്പ് മാറ്റിയതിന് ശേഷം ഇതിനുള്ളിലോട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് GoPro ഡയറക്റ്റായിട്ട് തന്നെ ഇതിനുള്ളിലേക്ക് വെക്കാൻ സാധിക്കും. മാത്രമല്ല, ഇത് ഒരു നല്ല ഹാർഡായിട്ടുള്ള കേസാണ്. ഇനി അഥവാ നമ്മൾ ഒരു അണ്ടർ വാട്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവത്തിനല്ല പോകുന്നെങ്കിൽ പോലും നമ്മൾ GoPro ഇതിനകത്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ GoProയ്ക്ക് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കിട്ടും. കാരണം നമ്മൾ എന്തെങ്കിലും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ഇൻ കേസ് GoPro നമ്മുടെ നിന്ന് താഴെ വീഴുകയാണെങ്കിൽ ഈ ഒരു കേസിനുള്ളിൽ ആണ് എന്നുണ്ടെങ്കിൽ GoProയ്ക്ക് ഒരു ഷോ പ്രൂഫും സ്ക്രീനിനും മറ്റു കാര്യങ്ങൾക്കും സ്ക്രാച്ചോ പട്ടലോ ഒന്നും വീഴാതെ GoProയ്ക്ക് നമുക്കൊരു സേഫ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവെക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഗുണം. ഇതിൽ ഏകദേശം ഒരു 800ഓളം രൂപയാണ് അലി എക്സ്പ്രസ്സിൽ വിലയുണ്ടായിരുന്നത്. നമ്പർ 3, ഹാർഡ് കേസ് ഫോർ യുവർ GoPro. ഈ ഒരു കേസ് ഉണ്ടെങ്കിൽ നമുക്ക് GoPro വളരെ സേഫായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് GoPro ഇൻ കേസ് പ്ലെയിനായിട്ട് നമ്മൾ ബാഗിലാണ് ഇടുന്നതെങ്കിൽ ഈ ഒരു കവറുള്ളത് കാരണം ബാഗിൽ എന്തെങ്കിലും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ഇടിച്ച് GoProയ്ക്ക് സ്ക്രാച്ചും മറ്റ് കാര്യങ്ങളും ഒക്കെ വരാതിരിക്കാനും, പിന്നെ നമ്മൾ ബാഗിനെ അലക്ഷണമായിട്ട് വല്ലയിടത്തും എറിയുകയോ അല്ലെങ്കിൽ വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും GoProയ്ക്ക് ഉണ്ടാകുന്ന ഡാമേജ് ഇങ്ങനൊരു
എക്സ്ട്രാ ഹാർഡ് കവർ കേസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം സേഫായിട്ട് വെക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഏകദേശം ഒരു 150ഓളം രൂപയായി അലി എക്സ്പ്രസിൽ നിന്നും. വളരെ ചീപ്പായിട്ടുള്ളൊരു റേറ്റാണ്. മാത്രമല്ല ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ബാറ്ററീസ് എക്സ്ട്രാ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ സാധിക്കും. നമ്പർ 4 ഇൻ ദ ലിസ്റ്റ് ഗോപ്രോ മൗണ്ട് ചെയ്യാനായിട്ടുള്ളൊരു സ്ട്രാപ്പാണ്. ഇത് ഹെഡിൽ വെക്കാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഹെഡ് സ്ട്രാപ്പാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, ട്രെക്കിംഗ് പോലുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഗോപ്രോ കയ്യിൽ പിടിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കത്തില്ല. ആ സമയങ്ങളിൽ നമുക്ക് ഇത് തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഗോപ്രോ ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഐ നോ ഇറ്റ്സ് ലുക്സ് ലിറ്റിൽ വിയർഡ്, പക്ഷേ നമ്മൾ ഇപ്പം ട്രക്കിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗോപ്രോ കയ്യിൽ പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഗോപ്രോ ഇതിനകത്ത് മൗണ്ട് ചെയ്തിട്ട് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു ഫസ്റ്റ് പേഴ്സൺ വ്യൂ അല്ലെങ്കിൽ ഒരു FPV വ്യൂ നമുക്ക് ഇതിനകത്ത് വെച്ചുകൊണ്ട് നമുക്ക് വളരെ നല്ല വൃത്തിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുകയും ചെയ്യും. നമ്പർ 5 ഇൻ ദ ലിസ്റ്റ് ഇതും ഒരു ഗോപ്രോ മൗണ്ട് തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സേഫായിട്ട് ഗോപ്രോ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെസ്റ്റ് മൗണ്ടായിട്ട് ഇത് ഉപയോഗിക്കാം. അതായത് നമുക്കിതിങ്ങനെ തലയിലൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ചെസ്റ്റ് മൗണ്ടായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഗോപ്രോ ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു എക്സ്ട്രീം എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഹെഡിൽ വെക്കുന്ന ആ സ്ട്രാപ്പ് ചില സമയങ്ങളിൽ തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതാണ് എന്നുണ്ടെങ്കിൽ സേഫായിട്ട് അവിടെ നിന്നുള്ളൂ, എങ്ങും പോകത്തില്ല, ഗോപ്രോ തെറിച്ചു പോകുന്നുള്ളൊരു പേടിയേ വേണ്ട. മാത്രമല്ല നമ്മളെന്തെങ്കിലും ഒരു DIY പ്രൊജക്റ്റൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഗോപ്രോ ഇവിടെ വെച്ചതിന് ശേഷം ആ ഒരു ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം വളരെ വൃത്തിയായിട്ട് റെക്കോർഡാവുകയും നല്ല ഒരു ക്യാമറ ആംഗിൾ ലഭിക്കുകയും ചെയ്യുന്നു. ഇതും ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക് വളരെ ഹാൻഡി ആയിട്ട് വരുന്ന ഒരു സ്ട്രാപ്പാണ്. നമ്പർ 6 ഇൻ ദ ലിസ്റ്റ് ഇതൊരു ബാഗിൻ്റെ സ്ട്രാപ്പിലൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് ഗോപ്രോ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാമ്പാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്വിക്ക് സെറ്റപ്പിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് നമുക്ക് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോപ്രോ ഇതിനകത്തേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബാഗ് വല്ലതും ഉണ്ടെങ്കിൽ, നമ്മുടെ ബാക്ക് പാക്ക് വല്ലതും ഉണ്ടെങ്കിൽ ബാക്ക് പാക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് ആ ബാക്ക് പാക്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഗോപ്രോ നല്ല വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്തോളും. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്വിക്ക് സെറ്റപ്പിന് വേണ്ടിയാണെങ്കിൽ ഇറ്റ്സ് വെരി ഹാൻഡി. നമുക്ക് ഒരു ക്വിക്ക് ആക്സസ് ഒക്കെ ഇതിനകത്ത് കിടക്കും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്വിസ്റ്റബിളാണ്. ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേരിയസ് ആയിട്ടുള്ള ആംഗിൾസ് നമുക്ക് ഗോപ്രോയിൽ ഇത് വെച്ചുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വില ഏകദേശം ഒരു 164ഓളം രൂപയാണ് വരുന്നത്. വളരെ ചീപ്പായിട്ടുള്ള ഒരു സോളിഡ് പ്രോഡക്റ്റാണ്. പിന്നെ നമ്പർ 7 ഇൻ ദ ലിസ്റ്റ് ഗോപ്രോയുടെ സ്ക്രീൻ പ്രൊട്ടക്ടറാണ്. ഗോപ്രോയ്ക്ക് മെയിനായിട്ടും 2 ഡിസ്പ്ലേ ആണുള്ളത്. ഒന്ന് നമ്മുടെ മെയിൻ ടച്ച് സ്ക്രീൻ ബാക്കിലുള്ളതും, 2 ഫ്രണ്ടിലുള്ള ഈ ഇൻഡിക്കേഷൻ LCD സ്ക്രീനുമാണുള്ളത്. ഇതിൽ ഞാൻ ഓൾറെഡി സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെയും. പിന്നെ നമ്മുടെ ലെൻസിൻ്റെ ഫ്രണ്ടിലും സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലെൻസിന് എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ വരും എന്ന് പേടിക്കുകയും വേണ്ട. അതിലുപരി തന്നെ നമുക്ക് ലെൻസിനെ കവർ ചെയ്ത് വെക്കാവുന്ന ഒരു സിലിക്കൺ ക്യാപ്പും ഉണ്ട്. ഈ 3 സ്ക്രീൻ അല്ലെങ്കിൽ ലെൻസ് ഗാർഡുകളും ഒരൊറ്റ പാക്കായിട്ട് തന്നെയാണ് വരുന്നത്. അത് ഏകദേശം ഒരു 250ഓളം രൂപയാണ് അലി എക്സ്പ്രസ്സിൽ വില കിടക്കുന്നത്. ഗോപ്രോ ഉള്ളവർ ഏറ്റവും ആദ്യം വാങ്ങേണ്ട സംഭവങ്ങളിൽ ഒരു മെയിനായിട്ടുള്ള കാര്യം ഇതാണ്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവർക്കും ഉള്ളതിലൊക്കെ തന്നെ ഒരു സെൽഫി സ്റ്റിക്കും എൻ്റെ കയ്യിലുണ്ട്. ഇത് എക്സ്റ്റൻഡബിൾ ട്വിസ്റ്റ് ചെയ്യാവുന്ന ഒരു സെൽഫി സ്റ്റിക്കാണ്. ഇത് ഏകദേശം ഒരു 600-700ഓളം രൂപ വിലയുണ്ട് അലി എക്സ്പ്രസ്സിലും. പിന്നെ ഞാൻ ഗോപ്രോ വെച്ച് വ്ളോഗ് ചെയ്യുന്ന സമയങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ട്രൈപോഡാണ്. ഇതിന് ഏകദേശം ഒരു 450 രൂപയോളം അലി എക്സ്പ്രസ്സിൽ വിലയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ തമ്പ് കൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആംഗിൾ സജസ്റ്റ് ചെയ്യാം. മാത്രമല്ല നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ടൈം ലാപ്സോ എല്ലാം എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുകൊണ്ട് വെക്കുകയും ചെയ്യാം. എന്നാൽ ഇതിൽ വെച്ചാണ് നമുക്ക് ചെയ്യുന്നതെങ്കിൽ ആ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നീട്ടി പിടിക്കേണ്ട ആവശ്യമില്ലാത്ത കാരണം ഇത് നമുക്ക് അത്ര ആവശ്യം വരുന്നില്ല. ഇത് നമ്മൾ എന്തെങ്കിലും അണ്ടർ വാട്ടർ ഷൂട്ടിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അഡ്വഞ്ചറൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. നേരെ കുറിച്ച് വ്ളോഗിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്
ഈ ഒരു ട്രൈപോഡ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് എക്സ്ട്രാ എൻ്റെ കയ്യിലുള്ളത്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ ഉള്ളത് തന്നെയായിരിക്കും. ഇല്ലാത്തവരാണെങ്കിൽ ഐ സജസ്റ്റ് ബൈങ് വൺ ഓഫ് ദീസ് ടു. അപ്പോൾ ഇതൊക്കെയാണ് ഗോപ്രോയ്ക്ക് വേണ്ട മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആക്സസറീസ് എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ഇത് എൻ്റെ ഒരു ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടി ഞാൻ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിച്ച സാധനങ്ങളാണ്. അലി എക്സ്പ്രസ്സിൽ 2500-3000 രൂപയ്ക്കൊക്കെ ഒരു ബണ്ടിൽ പാക്കായിട്ടൊക്കെ നമുക്ക് ആക്സസറീസ് ലഭിക്കും. അതിനകത്ത് എല്ലാ അനുകൂല സംഭവങ്ങളും കാണും. പക്ഷേ എല്ലാം ഒന്നും നമുക്ക് ഉപയോഗം ഒന്നും വരില്ല. ഇത് ഞാൻ മെയിനായിട്ടും എൻ്റെ പർപ്പസിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഒരു ബണ്ടിലെന്നല്ല, ഞാൻ സിംഗിളായിട്ട് വാങ്ങിച്ച ഐറ്റംസ് തന്നെയാണ്. ഇതിൽ എൻ്റെ പർപ്പസ് മെയിനായിട്ടും ഈ ഒരു അക്സസറീസിലൊക്കെയാണ് നടക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ചോയ്സും പർപ്പസും വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് വാങ്ങുക. മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാങ്ങേണ്ട ഒന്ന് രണ്ട് ചില സംഭവങ്ങളാണ് ബാറ്ററിയുടെ ചാർജറും പിന്നെ സ്ക്രീൻ ഗാർഡും പ്രൊട്ടക്ഷൻ കേസും. അതൊക്കെ എല്ലാവർക്കും ആവശ്യം വരുന്ന ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തോളൂ, ഫ്രീ ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.